ഈ വചനത്തിൽ ഇല്ലാത്തൊന്നും ഇല്ലല്ലോ. അത് ബൈബിളിൽ കമ്പ്യൂട്ടറെ പറ്റി പറയുന്നുണ്ടോ? റോബോട്ടിനെ പറ്റി പറയുന്നുണ്ടോ? പറയുന്നുണ്ടാവും. എവിടെയാണ് പറയുന്നത്? എനിക്കങ്ങനെ കൂടുതലായിട്ട് അറിയില്ല, പക്ഷെ അല്ല, ഉണ്ടാവും. നിങ്ങൾ എല്ലാം ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്. ഉണ്ട്. അപ്പൊ കമ്പ്യൂട്ടറിനെ ഇല്ലാന്ന് പറ്റിയിട്ട് പറഞ്ഞില്ല, പറയുന്ന എല്ലാം ഉണ്ട്. വചനം ഏതാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയിട്ട് പറയുന്ന വചനം എവിടെയാണ്? കുറച്ച് ഗ്രഹാന്തര വചനമുണ്ട്. യാത്രകളെ കുറിച്ച് പറയുന്ന വചനം എവിടെയാണ്? അപ്പൊ എല്ലാം ഉണ്ട് എന്ന് പറയുന്നത് ഉണ്ട് ചേട്ടാ, ശരിക്കും ഉണ്ട്. പക്ഷെ ലോകത്തിലെ എല്ലാ ചോദിക്കുന്നത് കാര്യങ്ങളും ഇതിലുണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും എല്ലാ കാര്യങ്ങളും അതിലുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടോ? അതാ ഞാൻ ചോദിച്ചത്. ഞാൻ ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഉണ്ട് നിങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് നേരെ പോയത് AI പറ്റിയിട്ട് അതിൽ പറയുന്നുണ്ടോ? ഏനെ പറ്റി പറയുന്നുണ്ട്, പക്ഷെ അത് ഏത് വചനാന്ന് ഇപ്പം ചോദിച്ചാൽ പറയാം. എനിക്ക് അല്ല, എനിക്കത് അറിയണം. കാരണം വെച്ചാൽ എന്താണെന്നറിയാം, ഞാൻ ഇതിൽ എന്തെങ്കിലും ഒരു ദിവ്യ അത്ഭുതമായിട്ട് എനിക്ക്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം, ദൈവം എന്ന് പറയുന്ന സർവ്വജ്ഞാനി ആയിരിക്കുമല്ലോ എന്തായാലും, ആ, അല്ലെ? എല്ലാ കാര്യങ്ങളും അറിയുന്നല്ലേ? അപ്പോ അതെ. ഇത് പറയുന്ന വചനങ്ങൾ നമുക്ക് അതിൽ കാണുകയാണെങ്കിലേ, കാരണം വെച്ചാൽ ഈ 2000 വർഷം മുമ്പേ ഒന്നും AI പറ്റി മനുഷ്യന്മാർക്ക് ഒരു ധാരണയില്ല. ഇങ്ങനെ ഒരു സാധനം വരുന്നു എന്നത് മനുഷ്യന്മാർക്ക് പോലും. അറിഞ്ഞില്ല, പക്ഷെ ലോകത്തിൽ എന്ത് സംഭവിക്കുന്നത് ദൈവത്തിന് അറിയാലോ ചേട്ടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗ്രന്ഥത്തിൽ, അല്ലെ മറ്റ് മതഗ്രന്ഥങ്ങളിൽ ഈ AI പറ്റിയിട്ട് കാണണോ? അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറ്റിയിട്ടോ, ഗ്രഹാന്തര യാത്രകളെ പറ്റിയിട്ടോ, ചന്ദ്രനിൽ പോകുന്നതിനെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ മറ്റ് അതെല്ലാം കണ്ടുപിടുത്തങ്ങൾ, ഉണ്ട് ചേട്ടാ, ഉണ്ട്. അതെല്ലാം ഉണ്ട്. അല്ല ഉണ്ടെങ്കിൽ അത് ഏത് വചനമാണെന്ന് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് വചനം ഞാൻ കൺഫേം ചെയ്യാൻ പറ്റുമല്ലോ. വിളിച്ചിട്ട് പറഞ്ഞുതരാം. എനിക്ക് അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷെ ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. അത് ആയിക്കോട്ടെ. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളെ ഭാഗത്തുനിന്നുള്ള ഒരു അന്വേഷണം കൂടി ആവുമല്ലോ അത്. ഈ എന്റെ മലയാളം എന്ന് പറയും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അത് കൃത്രിമ ബുദ്ധി. അതായത് യന്ത്രങ്ങൾ മനുഷ്യനെ പോലെ ചിന്തിച്ചിട്ട് പെരുമാറുന്ന രീതിയിലാണ് AI എന്ന് പറയുന്നത്. ആ AI ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. AIന്റെ ഒരു പ്രാഥമിക രൂപമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഒരു 50 വർഷം കഴിഞ്ഞാൽ ജനറൽ AI എന്ന് പറഞ്ഞ ഒരു അവസ്ഥയെത്തു. പിന്നെയും കുറച്ചും കൂടി കഴിഞ്ഞാൽ സൂപ്പർ AI എന്ന് പറഞ്ഞൊരു അവസ്ഥയിൽ മനുഷ്യനേക്കാൾ എത്രയോ മടങ്ങ് ചിന്താശേഷിയുള്ള റോബോട്ട്സുകൾ ഇവിടെ ഉണ്ടാവും. അതായത് കൃത്രിമ ബുദ്ധി, കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്രിമ ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന യന്ത്ര മനുഷ്യന്മാർ. മനുഷ്യൻ എത്രത്തോളം ചിന്തിക്കുന്നു അതിനേക്കാൾ എത്ര ഇരട്ടിയിൽ ചിന്തിച്ചുകൊണ്ട് അത് പെരുമാറും. റോബോട്ടിക് സർജറി ഇല്ല, ഓപ്പറേഷൻ ചെയ്യുന്നത് റോബോട്ടിക് ഹാൻഡ്. ഈ റോബോട്ടിക് സർജറി സർജൻ ചിലപ്പോൾ ടെലിമെഡിസിൻ ആണ്. അത് സർജൻ ചിലപ്പോൾ ഇരിക്കുന്നത് മറ്റ് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലായിരിക്കും. അവിടുന്ന് റോബോട്ട് നിർദ്ദേശം കൊടുക്കുന്നു, റോബോട്ട് ഹാൻഡ് അത് ചെയ്യുന്നു. അത് ചെയ്യുമ്പോൾ മനുഷ്യന്മാർ സർജൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നതിനേക്കാൾ കൃത്യതയോടുകൂടി അത് ചെയ്യും. റോബോട്ടിക് AI ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇപ്പോൾ AI ഇപ്പം പ്രാഥമിക ഘട്ടത്തിൽ എത്തിയിട്ടേ ഉള്ളൂ. അത് ജനറൽ AIയിലേക്ക്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് വന്നിട്ടില്ല. ഇനി അത് കഴിഞ്ഞിട്ട് സൂപ്പർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് വരുമ്പോൾ ഇവിടെ എന്തെല്ലാം മാറ്റങ്ങളാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പം ഈ 100 കൊല്ലം അപ്പുറമുള്ളതും ദൈവം ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ മനുഷ്യൻ ചെയ്യുന്നുള്ള ഒരു വചനം അവിടെ കാണണ്ടേ? അതെവിടെയാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനത് പറഞ്ഞല്ലോ വിളിച്ചിട്ട്. ചോദിച്ചിട്ട് അല്ല, ഈ പറയുന്ന ബൈബിൾ എന്റെ അടുത്തുണ്ട്, ഖുറാനും എന്റെ അടുത്തുണ്ട്, ഗീതയും എന്റെ അടുത്തുണ്ട്. ഇതിലൊന്നും ഞാൻ ഇങ്ങനത്തെ സംഭവം എവിടെയും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം എന്തായാലും വിളിച്ചിട്ട്. എനിക്ക് ബൈബിളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാനത് ചെക്ക് ചെയ്തിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് സർവ്വജ്ഞാനിയായ ഒരു ദൈവം മുൻകൂട്ടി എന്തൊക്കെ സംഭവിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാമല്ലോ.